വർണ്ണസങ്കല്പ നിറക്കാഴ്ചകളിലേക്ക് മിഴി തുറക്കുന്ന തണൽ നമ്മുടെ ഇടം എന്ന ചാനലിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 1950 സ്ക്വയർ ഫീറ്റിൽ 33 ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും 7 ലക്ഷം രൂപയ്ക്ക് ഇന്റീരിയറും ചെയ്ത് മനോഹരമായി ഫിനിഷ് ചെയ്തിട്ടുള്ള അതിസുന്ദരമായ ഒരു വീടിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ രാജേഷ് പുറത്തൂർ. തണൽ നമ്മുടെ ഇടം എന്ന ചാനലിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വീടിന്റെ ഈ ലക്ഷ്മി വിഹാരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഈ വീടിന്റെ ഇന്റീരിയർ വർക്കുകളെല്ലാം 7 ലക്ഷം രൂപയ്ക്ക് തീർത്തിട്ടുള്ളതാണെന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ ഒരു കാര്യം. ഈ വീട്ടിലെ ഓരോ ഭാഗങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ശ്രദ്ധിച്ച് ഓരോ ഭാഗത്തേക്കും പ്രത്യേകം ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ വീടിന്റെ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. ഈ ഇന്റീരിയർ കാഴ്ചകളിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് കയറി വരുന്ന ഭാഗത്ത് തന്നെ നമ്മളെ ഏറ്റവും ആദ്യം അട്രാക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇതിന്റെ TV യൂണിറ്റ്. ഈ TV യൂണിറ്റിന്റെ ഭാഗത്ത്, അതായത് ഈ TV യൂണിറ്റ് വിശാലമായി ഓപ്പൺ സ്പേസിൽ കിടക്കുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ഹാള് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഹാളിനെ ഒരു പാർട്ടീഷൻ വാളാക്കിയിട്ട് മാറ്റിയിട്ട് ആ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ TV യൂണിറ്റിന്റെ ബോക്സുകളെല്ലാം കർവ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഓപ്പൺ ഷെൽഫ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് വശത്താണ് ഇവിടെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ആയി കിടക്കുന്ന ഈ ഹാളിന്റെ ഒരു ഭാഗത്തും ഒരു മിസ്സിങ്ങും വരാത്ത രീതിയിൽ, നമുക്കൊരു കൺജക്ഷനും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഈ വീടിന്റെ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. അതിന്റെ താഴെ ഭാഗം കബോർഡുകളെല്ലാം കൊടുത്ത് സുന്ദരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡിൽ തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഡൈനിങ് സ്പേസിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആർക്കും ഒരു ഡിസ്ട്രാക്ഷൻ വരാത്ത രീതിയിൽ, അതായത് വീട്ടിലുകാർ ഒരു ഗസ്റ്റ് വരുമ്പോഴോ ഒന്നും ഒരു ഡിസ്ട്രാക്ഷനും വരാത്ത രീതിയിലാണ് ഈ ഡൈനിങ് ടേബിളിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ അതിന്റെ അപ്പുറത്തെ സൈഡിലാണ് TV യൂണിറ്റ്. ഇതിന്റെ പാർട്ടീഷന്റെ ബാക്ക് സൈഡും ഓപ്പൺ ഷെൽഫുകളെല്ലാം കൊടുത്ത് അതിനകത്തെല്ലാം ലൈറ്റ്സുകളെല്ലാം കൊടുത്ത് സുന്ദരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സീലിംഗിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് 3 ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമായി തന്നെ സ്ക്വയർ ടൈപ്പിലുള്ള പ്രൊഫൈൽ ലൈറ്റ്സുകളെല്ലാം കൊടുത്ത് സുന്ദരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ബെഡ്റൂമുകളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് 11-12 സൈസിലാണ്. അതുകൂടാതെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഭാഗവും അതിന്റെ ടോപ്പിൽ ഒരു ഡ്രോവറും കൊടുത്ത് ഓപ്പൺ ഷെൽഫ് എല്ലാം കൊടുത്ത് ഒരു ഡ്രസ്സിംഗ് ടേബിളും കൂടി ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോങ് ടൈപ്പിലുള്ള ഒരു മിറർ കൊടുത്ത് അതിലേക്ക് ലൈറ്റുകളെല്ലാം സെറ്റ് ചെയ്ത് നല്ല ഏറ്റവും സുന്ദരമായി കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ കാണാൻ മറ്റൊരു പ്രത്യേകതയാണ് 4 ഡോറുകളുള്ള ഈ ഒരു വാർഡ്രോബിനകത്ത് ഒരു ഡോറ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലേക്ക് തുറക്കുന്ന രീതിയിലാണ്. ഈ ഒരു ഭാഗത്ത് ഒരു ഹാങ്ങിങ് എല്ലാം ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമായി സെറ്റ് ചെയ്തിട്ടുള്ള മനോഹരമായ മറ്റൊരു ബെഡ്റൂമിലാണ് ഈ നിൽക്കുന്നത്. ഇതിന്റെ ബെഡ് കൊടുത്തിട്ടുള്ളത് 6-6.25 സൈസിൽ തന്നെയാണ്. ഹെഡ് റെസ്റ്റ് നമ്മുടെ വിൻഡോ വരുന്ന കാരണം കൊണ്ട് തന്നെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് അതിനനുസരിച്ച് 2 സൈഡ് ടേബിളും കൊടുത്ത് മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു വാർഡ്രോബിന്റെ ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ഡോറുകൾ വരുന്ന വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിഗ്സാഗ് ലെവലിലുള്ള കളർ പാറ്റേൺസ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡോറിന്റെ ഭാഗം ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ബ്ലാക്ക് ടോണിലുള്ള ഹാൻഡിലുകളും കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമും ചെയ്തിട്ടുള്ളത് 11-12 സൈസിലാണ് ഈ ബെഡ്റൂമുകൾ വരുന്നത്. അതുകൂടാതെ ഈ ഒരു ബാത്റൂമിന്റെ ഇതേ ഫുൾ സൈസിൽ തന്നെ ഒരു ഭാഗത്ത് ബാത്റൂം കൊടുത്തത് കാരണം കൊണ്ട് ഈ ബാത്റൂമിന്റെ ഒരു ഏരിയ നമുക്ക് കിട്ടുന്നത്, ബാത്റൂമിലേക്ക് പാസ് ചെയ്യാനുള്ള ഭാഗം ഒരു സൈഡിലേക്ക് ഒരു പാസേജ് പോലെ കൊടുത്തത് കൊണ്ട് ആ ഒരു ഭാഗം കൂടി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും ഓപ്പൺ ആവുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ള ഈ കിച്ചൺ, അതായത് ഓപ്പൺ കിച്ചൺ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഭാഗത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ആക്കി ചെയ്തിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ഇൻസൈഡിൽ ലാമിനേറ്റ്സ് എല്ലാം കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രൊഫൈൽ ലൈറ്റ്സ് എല്ലാം കൊടുത്ത് ഒരു ഓപ്പൺ ഷെൽഫുകളെല്ലാം കൊടുത്ത് അതുകൂടാതെ 2 ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമായി പാനൽ വർക്ക് എല്ലാം ചെയ്തിട്ടാണ് ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിയായി തന്നെയാണ് ഈ വീട് സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ മറ്റൊരു കാര്യം. ഗ്രേ ടൈപ്പിലുള്ള ലാമിനേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് കൗണ്ടർ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ നാനോ വൈറ്റ് ആണ് ഇവിടെ ടോപ്പായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഈ ഗ്രേ ടൈപ്പിലുള്ള കളറുകൾക്കെല്ലാം പ്രൊഫൈൽ ഹാൻഡിൽസ് എല്ലാം കൊടുത്ത് ഹോബും ഹുഡും എല്ലാം സെറ്റ് ചെയ്ത് വെളിച്ചം നല്ല കിട്ടാവുന്ന രീതിയിൽ തന്നെ 2 വിൻഡോസും സെറ്റ് ചെയ്ത്
അതിമനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തത്. ഒരു തടസ്സങ്ങളും ഒരു കഞ്ചക്ഷനും ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള ഹാളിൽ നിന്നും ഏറ്റവും വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചണിന്റെ ഒരു ഭാഗം വർക്ക് ഏരിയ ആയിട്ടും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയക്ക് ഒരു സെപ്പറേഷൻ ഒന്നും ഇല്ലാതെ കത്തിക്കുന്ന അടുപ്പ് ഒരു ഭാഗത്ത് ഹൈഡാക്കി വെക്കുന്ന രീതിയിൽ ഒരു വാള് കൊടുത്തിട്ട് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ കിച്ചണിനോട് ചേർന്ന രീതിയിൽ തന്നെ ഒരു ബോട്ടം കൊടുത്ത് അതിന്റെ മേലെ നാനോ വൈറ്റുകളെല്ലാം കൊടുത്ത് ഫുൾ വൈറ്റ് ടോണിലാണ് ടൈലും അതിന്റെ നാനോ വൈറ്റും ടോപ്പും ചെയ്തിട്ടുള്ളത്. ഗ്രേ കളറിൽ മാത്രമാണ് ഇതിന്റെ ഡോസുകളും കൊടുത്തിട്ടുള്ളത്. അതിനോട് കൂടെ ഒരു വുഡൻ എലമെന്റും കൂടി ഫുൾ ഫോളോ ചെയ്തിരിക്കുന്നത് ഒരേ ടൈപ്പിലുള്ള ഒരു വുഡൻ എലമെന്റ് തന്നെയാണ്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഒരു ഭാഗത്ത് പാൻട്രി യൂണിറ്റ് പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ്ഡ് ആയിട്ടുള്ള ഡോറ് കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് നല്ല സുന്ദരമായി തന്നെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ടൈലിന്റെ എഡ്ജുകളെല്ലാം കോർണേഴ്സ് എല്ലാം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ 45 ഒക്കെ ചെയ്യുന്ന രീതിയിൽ 45 ആയിട്ടൊക്കെ ടൈല് കട്ട് ചെയ്യുന്ന സമയത്ത് അത്രയും ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗം സ്റ്റീൽ പ്രൊഫൈലുകളെല്ലാം കൊടുത്തിട്ടാണ് ഈ ടൈലിന്റെ ഓരോ കോർണർ എഡ്ജുകളും ഫിനിഷ് ചെയ്തിട്ടുള്ളത്. വാഷ് കൗണ്ടറിന്റെ ഒരു സൈഡ് പാർട്ടീഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതൊരു GI പൈപ്പിൽ ചെയ്തിട്ട് ഫ്ലൂട്ടഡ് അക്രിലിക് എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് ഈ ഡൈനിങ് ടേബിളിൽ നിന്ന് ഒരു വിസിബിൾ ഒഴിവാകാവുന്ന രീതിയിൽ ഒരു ഭാഗത്ത് ഒരു പാർട്ടീഷൻ പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഈ വാഷ് കൗണ്ടറിന്റെ ഭാഗത്ത് ഗ്രാനൈറ്റിന്റെ താഴെ ഭാഗത്ത് പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ബോക്സ് സെപ്പറേറ്റും ഗ്രാനൈറ്റ് സെപ്പറേറ്റ് നിൽക്കുന്ന രീതിയിൽ ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പിലാണ് ഈ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തത്. ഈ സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റെയർ കേസിലേക്ക് ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാണ് ഈ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളത്. GI പൈപ്പിലാണ്. ഈ ഒരു സൈഡ് വശത്ത് നിന്നാണ് ഇതിന്റെ GI പൈപ്പ് എല്ലാം കൊടുത്തിട്ട് ഹാൻഡിൽസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഈ ഹാൻഡിൽ എല്ലാം ചെയ്തിട്ടുള്ളത് ഈ GI പൈപ്പിൽ തന്നെയാണ്. അതൊരു വുഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട്, വുഡൻ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അത് പെയിന്റ് ഒക്കെ ചെയ്തിട്ട് മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിന്റെ സൈസ് നമുക്ക് ഉപയോഗിക്കാനോ കൂടുതൽ കഞ്ചക്ഷൻ വരാത്ത രീതിയിൽ ഫ്രീ ആയി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തിന്റെ ഹാൻഡിൽസും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് സ്റ്റെയർ കേസിന്റെ ഔട്ട്സൈഡിലേക്കാണ് നമ്മൾ ഇവിടുത്തെ GI പൈപ്പ് എല്ലാം കൊടുത്തിട്ട് വെച്ചിട്ടുള്ളത്. ഓരോ സ്റ്റെപ്പിനകത്തും 3 GI പൈപ്പ് വരാവുന്ന രീതിയിൽ, അതായത് 3/4 സൈസിൽ വരുന്ന GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് 3 GI പൈപ്പുകൾ ഓരോ സ്റ്റെപ്പിലും വരുന്ന രീതിയിൽ അടുപ്പിച്ചിട്ട് ആണ് അടുത്ത രീതിയിലാണ് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ടൈൽ വർക്കിന്റെ ഫിനിഷ് നല്ല സുന്ദരമായിട്ടാണ് ഉള്ളത്. കാരണം എന്താ, ഇവിടെ ടൈൽ വർക്ക് അതിസുന്ദരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്റ്റെപ്പുകളിലെല്ലാം കൊടുത്തിട്ടുള്ള ടൈലെല്ലാം, അതായത് നമുക്കൊരു വുഡൻ ഫീലിംഗ് കിട്ടാവുന്ന രീതിയിൽ തന്നെ ആ വുഡിന്റെ ടച്ച് ഒട്ടും പോവാത്ത രീതിയിൽ 45 കട്ട് ചെയ്തിട്ടാണ് ഈ ടൈല് കൊടുത്തിട്ടുള്ളത്. ഈ ടൈൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വുഡിൽ ചെയ്ത അതേ ഫീല് തന്നെ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ടൈല് കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ ഏറ്റവും മനോഹരമായ ഒരു സ്പേസിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇതിന്റെ ബാൽക്കണിയാണ്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വെള്ളം വീഴാവുന്ന രീതിയിൽ, മഴ പെയ്യുമ്പോൾ വെള്ളം വീഴാവുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് 1852 സ്ക്വയർ ഫീറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനോട് കൂടുതൽ കൂട്ടി 1950 സ്ക്വയർ ഫീറ്റ് ആകാവുന്ന രീതിയിൽ ഈ ഒരു ഭാഗം എക്സ്റ്റൻഷൻ ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഈ വീടിന്റെ ഏറ്റവും മനോഹരമായ ഒരു സ്പേസ് ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല ഫീൽ ഗുഡ് തരുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ഭാഗം നമുക്ക് കിട്ടുന്നത്. സ്റ്റെയർ കേസ് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു വരാന്ത പോലെയുള്ള ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗം ഏറ്റവും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ, അതായത് അയണിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകം സെറ്റ് ചെയ്തിട്ട്, അതായത് അയൺ ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയൺ ബോക്സുകളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട് താഴെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെ ഈ ഒരു ഭാഗത്തിന് നല്ലൊരു മനോഹരം, അതായത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന്റെ 3ാമത്തെ ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുള്ള ഹെഡ് റെസ്റ്റ് എല്ലാം സിമ്പിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ട് 5-6.25 സൈസിലാണ് ഇവിടെ കോട്ട് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഡോർസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡബിൾ ടോണിലുള്ള കളറിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിക്സാക്കിലായിട്ടുള്ള ഒരു ഗ്രൂസ് എല്ലാം കൊടുത്ത് അതിനകത്ത് ബ്ലാക്ക് കളറുകളെല്ലാം കൊടുത്ത് ഒരു ഭാഗത്ത് ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്ത് ടോപ്പിൽ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീടിന്റെയും ഒരു ഭാഗത്ത് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ട് സുന്ദരമായി തന്നെ ഓരോ റൂമുകളും മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ വീടിന്റെ കാഴ്ചകൾ നമ്മൾ ഓരോരുത്തരെയും ആകർഷിക്കുന്നു.
ഓരോ റൂമുകളും സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഓരോ കാര്യങ്ങൾ, അതായത് ഓരോ റൂമിലും അതിൻ്റെതായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും കംഫർട്ടായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഓരോ ഭാഗങ്ങളും സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഓരോ വീടിനെ മനോഹരമായി സൂക്ഷിക്കുന്നത്. നമ്മൾ കാണുന്ന ഓരോ വീട്ടുകളിലും പോകുന്ന ഓരോ വീടുകളിലും നല്ല സുന്ദരമായി തന്നെ സൂക്ഷിച്ചു വെക്കുന്നത് നല്ല സുന്ദരമായ കാഴ്ചകളാണ്. നമ്മൾക്കും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അത്രയും സുന്ദരമായി സൂക്ഷിച്ച വീടുകൾ കാണാൻ ഒരു വളരെ സന്തോഷമാണ്. അത്രയും വൃത്തിയായി സൂക്ഷിക്കുന്നവർക്കാണ് ഏറ്റവും മനോഹരമായ വീടുകൾ സുന്ദരമായി തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പുത്തൻ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്ന ഓരോ അറിവുകളും ഓരോ കാഴ്ചകളിലും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി സബ് ചെയ്ത് കൂടെ നിന്നെങ്കിൽ മാത്രമാണ് പുത്തൻ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ, പുത്തൻ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതായത് ഓരോ വീടുകളിലും നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഓരോ കാഴ്ചകൾ, വീട് നിർമ്മിക്കുന്ന ഓരോരുത്തർക്കും കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സദാ സന്നദ്ധരായി പരിപൂർണ ഉറപ്പോടുകൂടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഞങ്ങളോട് കൂടെ നിൽക്കുക, ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ വരിക. ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഐ ആം രാജേഷ് പർത്തോർ, സൈനിങ് ഓഫ്.